ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇനി അവിടെ കാണിക്കുന്നത് ശുദ്ധമായ ഒരു വെളിച്ചെണ്ണയുടെ റെസിപ്പിയാണ് കേട്ടാ. അപ്പൊ ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കേടായ തേങ്ങ ഉണ്ടാവില്ലേ, അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഇത് എന്ത് ചെയ്തെന്നറിയോ, ഫ്രീസറിൽ വെച്ച് കൊടുത്തു. അപ്പൊ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയപ്പോഴും ഞാൻ അത് എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത്. അത്ര വലുതൊന്നല്ല, ചെറിയ തേങ്ങകളാണ് കേട്ടാ. അപ്പൊ അത് ഫ്രീസറിൽ വെച്ച് കൊടുത്തപ്പോ പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടൂട്ടത്. അത് അല്ലെങ്കിലും കൊപ്ര പോലെ ആയതാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടാ. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടിയോളം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടാ. അപ്പൊ അതിന്റെ അഴുക്കും പോവും, ചെറിയൊരു മണം ഉണ്ടായിരുന്നു, അതും കുറച്ച് പോയി കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയും അഴുക്കുണ്ടായിരുന്നു അതില്. അപ്പൊ ഇതുപോലെ 2-3 തവണ ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു തവണയാണ് ഉപ്പിട്ടിട്ടുള്ളൂ. ഇത്രയും നല്ല കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇത്രയും വെള്ളം മതി കിട്ടാ. ഇനി അത് ഒരു 3 വിസിലടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ വേവിച്ചെടുക്കണ എന്തിനാ വെച്ചാല് നമുക്ക് പെട്ടെന്ന് തന്നെ പാല് കിട്ടും. അത് ഇതിപ്പോ ഉണങ്ങി തരിച്ചിരിക്കണതല്ല, അപ്പൊ നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും നമുക്ക്. അപ്പൊ അത് ഇത്രയും അഴുക്കുണ്ടായിരുന്നു, അപ്പൊ അതും 2 വട്ടം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ അഴുക്കൊക്കെ പോയി, ഇപ്പൊ വെള്ളത്തിന്റെ കളറൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കേടായ ഭാഗത്ത് നിന്ന് ഞാൻ ചുരണ്ടി കളയാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 തവണ ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് കേട്ടാ. അപ്പൊ ആദ്യത്തെ തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ആദ്യത്തെ പാല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണി ഉണ്ടെങ്കിൽ, നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ എല്ലാം കൂടി ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ തുണിയൊന്നും നോക്കുന്നില്ല, ഇങ്ങനെ തന്നെ പാൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൈകൊണ്ട് തന്നെ പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് 2 തവണ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പൊ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയും പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തലേദിവസം രാവിലെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് കേട്ടാ. പിറ്റേ ദിവസം എടുത്തപ്പോ അതിന്റെ വെള്ളം വേറെ പാല് വേറെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു പാലും വെള്ളം വേറെ വേറെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെള്ളം മാത്രമാണ് ഞാൻ അരിച്ചു മാറ്റുന്നത്. മറ്റത് പാല് കട്ടായിട്ട് തന്നെ അതിലുണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും പാലാണ്ട കിട്ടിയിട്ടുള്ളത്. അത് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീനച്ചട്ടിയിൽ കണ്ടാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിറകടപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഗ്യാസിൽ വെച്ചാൽ ശരിയാവില്ല കേട്ടാ. കാരണം നമ്മളിത് കുറച്ചു നേരം നിന്ന് ചെയ്യാനുണ്ട്. ഇപ്പൊ വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. എല്ലാ ഭാഗവും ഒരുപോലെ തീ കത്തണതല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ഇടക്കിടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അത്. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റേജും കാണിക്കുന്നതാണ് കേട്ടാ. ഇപ്പൊ അതിന്റെ ആ ഒരു മട്ടൊക്കെ ഇറങ്ങിയിട്ട്, പാലിന്റെ മട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി അതൊന്ന് മൊരിഞ്ഞു വരണം. ഈ ഒരു തേങ്ങയുടെ പാലൊന്ന് മൊരിഞ്ഞു വരണം. ആ മൊരിഞ്ഞു വരുന്നതാണ് ഇതിന്റെ പാകം. ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട്, എണ്ണൊക്കെ തെളിഞ്ഞു വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മള് ഈ മില്ലിന്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോ നല്ലൊരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതുപോലെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് കാച്ചുന്ന സമയത്ത്. അപ്പൊ തീ കത്തിക്കൽ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കാരണം ആ ഒരു ചൂടിൽ ഇരുന്നിട്ട് തന്നെ ആവശ്യത്തിന് മുരിഞ്ഞ് കിട്ടുട്ടത്. അപ്പൊ കണ്ടില്ലേ, ഇത്രയും ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പാകം ട്ടാ. ഇതിപ്പോ വിറകടുപ്പിലായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടാ. പെട്ടെന്നായി കിട്ടി. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ചൂട് മാറിയിട്ട് അരിച്ചാലും കുഴപ്പമില്ല കേട്ടാ. ഞാൻ ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അധികം കിട്ടിയിട്ടില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ള വെളിച്ചെണ്ണ. അപ്പൊ ഇതിന്റെ ഒരു മട്ടുണ്ടല്ലോ, അത് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പൊ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയതിന് ശേഷം ഒന്നുകൂടി അരിച്ചിട്ടാണ് ഞാൻ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുന്നത്. കുറച്ചുകൂടി മട്ടയിൽ എടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമുക്കിത് കാലിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ സ്ക്രബ്ബർ പോലെ ആവുകയും ചെയ്യും. അപ്പൊ കാലിലൊക്കെ അത് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടാ. ഞാനിപ്പോ അത് ചോറിന്റെ കൂടെ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയാണ് വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടാ. നമുക്ക് കേടായ തേങ്ങ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആരും കളയാൻ നിൽക്കണ്ട. നമ്മളൊന്ന് മനസ്സ് വെച്ചാല് വീട്ടിൽ ഇതുപോലെ കേടായ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കുമ്പോ കളർ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ കളർ വെക്കാൻ നല്ലതാണ്.
പിന്നെ മുടി വളരാനും നല്ലതാണ് കേട്ടോ വെന്ത വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങ എടുത്തിട്ടും ഇങ്ങനെ ചെയ്യാട്ടെ. ഇപ്പൊ തേങ്ങക്കോ നല്ല റേറ്റ് അല്ലേ, വെളിച്ചെണ്ണക്കോ അതിലേറെ റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്നും നമ്മൾ മെനക്കേടില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ കേടായ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ആരും കളയാതെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്